അപ്പൊ അബൂമുജന്റെ ഭാര്യ പറയാ, പറഞ്ഞു സോൾവ് ചെയ്യലല്ല, ഉമർ ഇങ്ങനെ തലയുമായിട്ട് വരും, എന്നിട്ട് 100 ഒട്ടകം കൊടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ തല ഉമർ നിങ്ങൾ കൊടുക്കണ്ട. അപ്പുറത്തുള്ള വാതിൽ. അല്ലോ, എന്റെ പ്രായമുള്ള പിതാക്കളെ, ഏത് നിമിഷമാണ് നോക്കി റസൂലുള്ള അപ്പടാ വാതിൽ വിട്ടുന്നത്. ആരാ വാതിൽ വിട്ടുന്നത്? പെണ്ണ്. മോളെ അൽ അമീൻ, 40 കൊല്ലത്തെ അൽ അമീനല്ലേ, അബൂജഹലിന്റെ ഭാര്യ അൽ അമീനല്ലേ വിളിച്ചത് റസൂലുള്ളാഹിനെ. എല്ലാ മക്കക്കാരും അൽ അമീൻ എന്ന് വിളിച്ചു. പിന്നെയല്ലേ മോശമായത്, പിന്നെയല്ലേ റസൂലുള്ളാഹിനെ പറ്റാതെ വന്നത്. നബി തങ്ങളങ്ങ് വാതിൽ മുട്ടിയപ്പോ ആരാണെന്ന് ചോദിക്കുന്ന പെണ്ണിനോട് കാരുണ്യത്തിന്റെ നേതാവ് പറയുന്നത് അൽ അമീൻ. ആ പെണ്ണ് വാതിലങ്ങ് വന്ന് തുറന്നപ്പോ നബി തങ്ങളെ തന്നെയാണ് കാണുന്നത്. കണ്ടോ, ഒരു വഹാബിച്ച് പെണ്ണ് മോഡല തുറന്ന വാതിലങ്ങ് അടച്ചിട്ട് ഓടുന്നു. അബൂജഹലിനോട് ഭർത്താവരോട് പറയാ, മരിച്ച എന്തിനാണ് ഉമറിന് എന്തിനാണ് 100 ഒട്ടകം കൊടുക്കുന്നത്? മുഹമ്മദാണ് നമ്മുടെ വാതിൽക്കൽ, നിങ്ങൾക്ക് പോയി തലെടുത്തൂടെ, എന്നാ പിന്നെ 100 ഒട്ടകം കൊടുക്കണം. അപ്പൊ അബൂജഹല്, മുഹമ്മദോ നമ്മുടെ വാതിൽക്കൽ, നമ്മുടെ പറമ്പിലും അത്ര ധൈര്യം വരും? 100 ഒട്ടകം ഞാൻ മുഹമ്മദിന്റെ തലക്ക് വേണ്ടി പ്രഖ്യാപിച്ചതാണ്. ആ മുഹമ്മദ് നമ്മുടെ വാതിൽക്കൽ വരെ, അതെനിക്കത്ര വിശ്വാസമല്ല. അപ്പൊ പെണ്ണ്, നിങ്ങളിപ്പോ മുഹമ്മദ വാതിൽക്കൽ ഒരാൾ പോകും, വേണമെങ്കിൽ പോയി തലെടുത്തു. വാള് കൊടുത്തു. അബൂജഹൽ വാളെടുത്തു. എന്നിട്ട് അബൂജഹൽ ഓടി വരിക, വാതിലങ്ങ് തുറന്നു. തുറന്ന വാതിൽ അതേ സ്പീഡിൽ അങ്ങോട്ട് അടച്ചു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള വാള് നിലത്ത് വീണ് ഒരൊറ്റ ഓട്ട. വീട്ടില് അടുക്കളയുടെ പരിസരത്തൊരു കട്ടിലുണ്ട്, ആ കട്ടിലൂടെ വീണ് ബാല അബൂജഹൽ മൂത്രമൊഴിച്ചു. അബൂജഹൽ അങ്ങ് മൂത്രമൊഴിച്ചു. അറബികൾക്കൊരു സ്വഭാവമുണ്ട്, ഭർത്താക്കന്മാർ ഭീരുക്കളായാൽ അവരവരുടെ പെട്ടിയെടുത്ത് അവര് പോകും. ഈ പെണ്ണിന്റെ പെട്ടിയെടുത്ത് സൂട്ട് കേസ് എടുത്തിട്ട് സാരിയും ബ്ലൗസും ജാക്കറ്റും ഒക്കെ മടക്കി വെക്കും. അബൂജഹലിന്റെ ഭാര്യയുടെ വസ്ത്രമായിരുന്നു ബ്ലൗസും ജാക്കറ്റൊക്കെ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വസ്ത്രമായിരുന്നു പർദ്ദയും ബുർക്കയൊക്കെ. ഇപ്പൊക്കെ മാക്കൂസായി, ഇറച്ചിക്കോഴി, കോഴി ഇറച്ചി, കാലൊക്കെ മാക്കൂസായി. ഇരിക്കട്ടെ, ഇവിടെ ഉമ്മമാര് വേല കേൾക്കണ്ടാവും. അവരിരിക്കുന്ന നോക്കണ്ട, പൂച്ചക്കുട്ടികളെ പോലെ. എത്ര പുലിക്കുട്ടികൾ ഭൂമിയിൽ വേറല്ല. നമ്മളെ സ്ത്രീകളെ കണ്ടാ തോന്നിപ്പോ പൂച്ചക്കുട്ടികളാണ്. അവരത്ര തന്ത്രമുള്ള ജീവികൾ. ഇപ്പൊ ഞാനിപ്പോ മുണ്ടക്കുളത്ത് വെച്ച് പ്രസവിച്ചപ്പോ ഞാൻ 15 കൊല്ലം മുമ്പുള്ള കഥ അവിടെ പറഞ്ഞു. അവരിയ്ക്കുന്ന കണ്ട നോക്കി, അല്ലാഹു തആല ഭൂമിയിൽ പടച്ച പടപ്പുകളില് തന്ത്രമുള്ള ജീവികൾ 2 എണ്ണം. ഒന്ന് കുറുക്കനും മറ്റൊന്ന് സ്ത്രീകളും. ഇവരിയ്ക്കുന്ന നോക്കണ്ടല്ലോ. ഞാൻ മുണ്ടക്കുളത്തെന്ന് പറഞ്ഞു, 15 കൊല്ലം മുമ്പ് ഞാൻ മുണ്ടക്കുളത്ത് നീറാടി എന്ന സ്ഥലത്ത് ബാധുനെന്ന്. ഇന്ന് ഞാൻ അവിടെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് എന്താചാര്യ നിങ്ങളെ കയ്യിലെ നൂല് ഒരു അനുഭവം ചോദിച്ച. അപ്പോ ഉസ്താദെ, വീട്ടേറ്റിക്കൊരു ചെരുപ്പ് വേണം, നൂല് കൊണ്ട് അളവെടുത്തിട്ട് ചെരുപ്പ് വാങ്ങാൻ പോവുകയാണ്. നിങ്ങൾ അളവെടുത്തതാണ്. അപ്പൊ അവിടെ ചിരിക്കോ എന്റെ സഖീഹേ, എനിക്ക് കിട്ടിയൊരു പൊട്ടൻ അന്തങ്ങ ചിരിക്കൂലേ? നിങ്ങൾ നൂലുകൊണ്ട് അളവെടുക്കാൻ പോയതാണ്. വീട്ടേറ്റ് നമ്മളെ ഭാര്യമാർക്ക് നിങ്ങൾ അളവെടുത്ത് നോക്കാൻ പോയി. ഭാര്യ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ പറയട്ടോ. ഇവിടുന്ന് വിട്ടപ്പോ മിഞ്ഞാന്ന് ഞാൻ മംഗലാപുരത്ത് വാങ്ങുന്നു. അവിടെ ഭാര്യ പഞ്ചായത്തിന്റെ പേരാ. അവിടെ സ്ത്രീകൾക്കൊക്കെ പെരിച്ചായി എന്നറിയാം. ഓരോ നാട്ടിലെ മുത്താലിമൊക്കെ അറിയാം, പെരിച്ചായി എന്നറിയാം. ഓരോ നാട്ടിൽ വരാം. ഭാര്യമാർക്ക് സുഖപ്രസവം കൊടുക്കുന്ന ധാരണ അവരിങ്ങനെ ചിരിക്കുക, പെരിച്ചായികൾക്ക് സുഖപ്രസവം കൊടുക്കുന്ന ധാരക്ക. ഓരോ നാട്ടിലെ രാഗത്തല്ലേ. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് എന്തൊരു തന്ത്രമറിയവര്. അവരെങ്ങനെ ഇരുട്ടത്തിരിക്കണോക്കണ, നല്ല തന്ത്രമുള്ള ജീവികളാണ്. അവര് പറഞ്ഞു, നിങ്ങളിങ്ങനെ പോയിട്ട് വീണ്ടും പോയി 4 വട്ടം നടക്കണം, ഞാൻ നിങ്ങളെ കൂടെ അങ്ങ് വരാൻ. നമുക്ക് തോന്നി എനിക്ക് കിട്ടിയൊരു മുത്ത് വല്ലാത്ത സത്താണ്, നല്ല സ്നേഹമുള്ള. നമ്മളങ്ങനെ കൂടിക്കൊടുത്ത് കൊണ്ടുപോയി കടന്റെ ബാക്കിൽ നിർത്തി. ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ട് ഇത് മതിയാ, അത് മതിയാ. എന്റെ പൊന്ന് നാട്ട് മലപ്പുറം ജില്ലയിലെ മൂമിനീങ്ങളോട്, ഇവിടെ പണ്ടക്കുമണ്ടേ ഇൽമിന്റെ പ്രകാശമുള്ള നാടാണ്, ആലിമീങ്ങൾ വളർന്ന നാടാണ്. കണ്ണിയത്തുത്താദ് ശൈഖുന, കണ്ണിയത്തുത്താദിന്റെ പടയോട്ടം നടത്തിയ മണ്ണാണ് ഇതൊക്കെ. അള്ളാഹു അവിടുത്തെ തണൽ നമുക്ക് നൽകുമാറാവട്ടെ, അവിടുത്തെ തണൽ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ കടന്റെ ബാക്കിൽ 2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോ അവരൊക്കെ ഷോപ്പിന്റെ ഉള്ളിൽ, നമ്മളൊക്കെ കടന്റെ പുറത്തു പോയി. പിന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പെരന്റെ ഉള്ളിലും അവർ കടന്റെ ഉള്ളിലും. ഇതാ മിണ്ടാപ്പൂച്ചാള്, വല്ലാത്ത സാധനങ്ങൾ.
ഞാനതല്ല, ഞാൻ റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് കിടക്കുക. എന്നാലും എന്താ ഇത് പറയുമ്പോ പറയാതിരിക്കുന്നില്ല. ഒരു 5 കൊല്ലം മുമ്പൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു പെണ്ണെങ്ങാനും ഭർത്താവിന്റെ മുന്നോട്ട് നടന്നാല് വലിയ ലജ്ജയാണ്. നിങ്ങൾ നടക്കുക, നിങ്ങൾ നടക്കും മനസ്സിൽ എന്നെ നടത്തണം, ഇതൊരു പറച്ചിൽ. ഇപ്പടാ എവിടെയാ അവള്, അതാ പോണം, നമ്മൾ ഓടണമെന്നില്ല. എന്നാ ഒരവസ്ഥ അല്ലേ, വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ലോകം എവിടെ എത്തിയും എന്നാലും പൊറുക്കാം, ഞമ്മക്ക് ബിസി അവിടെ നിന്നല്ല. അവരെ കയ്യിൽ നല്ലൊരു ബാഗ് നമ്മളെ കയ്യിൽ കുട്ടിയത്. എന്നിട്ട് അവിടെ ഇങ്ങനെ മെല്ലെ പോയിട്ട് അവിടെ ഇങ്ങനെ ലെഫ്റ്റ് മോളെ നമ്മൾ കൊഫേറ്റ് മോളെ നമ്മൾ കുട്ടീനെ മുടിച്ചു. എന്നിട്ട് മെല്ലെ അടുത്ത് നിന്നിട്ട് ഒരു 5 ഉറുപ്പിക തരും ചേച്ചാ, മരിക്കലാ കൂട്ടുകാരാ, ഒരു 5 ഉറുപ്പിക തരുമോ ഭാര്യയോടെ. എന്നിട്ട് അവിടെ നമ്മൾ എത്തിങ്ങനെ പൊരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ഇരിക്കട്ടെ. അത് അബൂജഹലിന്റെ ഭാര്യമാരുടെ ഒരു ജീവിതത്തിന്റെ ശൈലി ഞാൻ പറഞ്ഞു മാത്രം ഇരിക്കട്ടെ. അബൂജഹലിന്റെ ഭാര്യ ജാക്കറ്റും ബ്ലൗസൊക്കെ മടക്കിയിട്ട് പെട്ടിയിലിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുക. അപ്പം എല്ലാ അബൂജഹലും അല്ല എങ്ങോട്ടാ? ഞാൻ എന്റെ വീട്ടിലേക്ക്. എന്റെ ഈ നിലക്ക് മൂത്രമൊഴിച്ച് വെടക്കാക്കിയ നിങ്ങളാ ഭർത്താവ്, ഞാൻ വീട്ടിൽ പോവുകയാണ്. അബൂജഹലെ, ഈ പ്രിയപ്പെട്ട പിതാക്കളെ, അബൂജഹൽ പറഞ്ഞു, മോളെ നീ പോണ്ട, ഞാനായതുകൊണ്ട് മൂത്രമൊഴിച്ചു. എന്റെ വാപ്പായിരുന്നെങ്കിലേ അവിടെ വേറെ വല്ലതും കാണാമായിരുന്നു. കാരണം ആ വാതിലങ്ങ് തുറന്നപ്പോ കാണാൻ കഴിഞ്ഞത് മുഹമ്മദിന്റെ കുമരിൽ നിന്ന് ഗർജിക്കുന്ന ഒരു സിംഹം. മൂത്രമൊഴിക്കാതിരിക്കും മോളെ. അബൂജഹല്, എന്റെ നാട്ടുകാരെ, വിഷയം ഇതല്ല. ഞാൻ പറയുന്നത് എവിടെയാണെന്നറിയോ? അടുക്കളയിൽ നിന്ന് അബൂജഹല് വിളിച്ചു പറയ, മുഹമ്മദേ, കൂടെയുള്ളവന്റെ ഒട്ടകം അടുക്കളയുടെ പിൻഭാഗത്തുണ്ട്, കൊണ്ടുപോയിക്കോ. റസൂലുള്ള ആ പാവപ്പെട്ടവന്റെ കൈപ്പിടിച്ച് ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിൽ പോയി, മോനെ ഏതൊട്ടകമാ? ആ റാവി അങ്ങ് കരയുന്നു, നബിയെ, 3ാമത്തെ ഒട്ടകമാണ് എന്റെ ഒട്ടകം. ആ ഒട്ടകത്തിന്റെ കാറങ്ങ് അടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കൈ നബി തങ്ങൾ അറാബിയുടെ കയ്യിലങ്ങ് കൊടുക്കുമ്പോ പുന്നാര തങ്ങൾ അടച്ചു കൂട്ടിയിട്ട് തങ്ങളെ എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വകയില്ലാത്തത് കൊണ്ട് വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി ഹബീബിന്റെ കൈപ്പിടിച്ചുകൊണ്ട് ദീനിലേക്ക് കടന്നു വരുന്നു. ഓ മനുഷ്യ, ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിൽ ചെന്നുകൊണ്ട് പാവങ്ങളുടെ കണ്ണീരൊപ്പിയ മുഹമ്മദുർ റസൂലുള്ളാഹി, പാവങ്ങളുടെ കണ്ണുനീർ അവിടുന്ന് തുടച്ചു കൊടുത്ത ത്വാഹാ റസൂലുള്ളാഹി, ആ നബി തങ്ങളെ മറക്കാൻ ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കൊക്കെ പറ്റുമോ? ഞാനൊന്നും കൂടെ പറയട്ടെ. ഒരു കാട്ടറബിയാണ് എങ്കിൽ അതാ തൊട്ട് ഇപ്പുറത്ത് 10-90 വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മാമയുണ്ട്. റോഡരികിൽ ഇരിക്കുകയാണ്, ഒരു പൈപ്പിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അവിടെ ആ പൈപ്പിന്റെ ചുവട്ടിലങ്ങ് ഇരിക്കുമ്പോ വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ച അവശയായ ഉമ്മ പടച്ചവരെ ദൈവമേ എന്ന് വിളിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഏത് ജാതിയാവട്ടെ, അല്ലാഹുവിന്റെ റസൂല് റഹ്മത്തുല്ലിൽ മുസ്ലിമല്ല. കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, റഹ്മത്തുല്ലിൽ ആലമാണ്. ഈ രാജ്യത്ത് ഏതൊക്കെ മതവിശ്വാസികളുണ്ടോ അവർക്കൊക്കെ റഹ്മത്താണ് റസൂലുള്ളാഹി. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ജാതിയോട് വെറുപ്പ് വരിക? ആ പ്രായം ചെന്ന ഉമ്മയുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ അടുത്ത് ചെന്ന് റസൂലുള്ള ചോദിക്കുന്നു, യാ ഉമ്മ, എന്താണ് ഉമ്മ ഇവിടെ ഇരിക്കുന്നത്? മോനെ, ദാഹിച്ചിട്ട് വയ്യ, ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. ഈ പൈപ്പിൽ എപ്പോഴാ വെള്ളം വരുന്നത്? വലിയ പാത്രവും വെച്ച് കാത്തിരിക്കുകയാണ്. ഒരുപാട് സ്ത്രീകളതാ ക്യൂ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നബി തങ്ങളുടെ ചോദ്യം, ഉമ്മാ, ഈ കാണുന്ന കിണറ്റിലെ വെള്ളമോ? മോനെ, അതൊക്കെ ഉപ്പുവെള്ളമാണ്. നബി തങ്ങളോട് പറയുന്നു, മോനെ, ഉപ്പുവെള്ളമാണ്. ഉമ്മ, ആ കാണുന്ന കിണറിലെ വെള്ളമോ? അതും ഉപ്പുവെള്ളമാണ് എന്നങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ള ആ കിണറ്റിന്റെ അരികിൽ ചെന്നുകൊണ്ട് അതല്ലദീ ജാഅ ബിഅൻ ബഗിയ മാലിഹത്തുൻ വമജ്ജ ഫീഹാ ഫഅദൽ മാഉ കൽ അസരി, ആ
കിണറിൽ ചെന്നിട്ട് മജ്ജ ഫീഹാ, കാരുണ്യത്തിന്റെ നേതാവെന്ന് തുപ്പിക്കളയുന്നു. ഫഅദൽ മാഉ കൽ അസലി, ആ ഉപ്പ് വെള്ളം തേൻതുള്ളികളെ പോലെയുള്ള മാധുര്യമുള്ള വെള്ളമായി മാറുന്നു. റസൂലുള്ള ഒരു പിടി വെള്ളം എടുത്തിട്ട് ഈ ഉമ്മയുടെ അരികിൽ കൊണ്ടുവന്ന ആ ഉമ്മയങ്ങ് വെള്ളം കുടിച്ചപ്പോൾ, മോനെ, എന്റെ പേരക്കുട്ടികളതാ പിടയുന്നു, അവർക്കൊരു തുള്ളി വെള്ളം കൊടുക്കുമോ? റസൂലുള്ള പാത്രം കൊണ്ടുപോയി അത് നിറയെ വെള്ളം കൊണ്ടുവന്ന ഈ ഉമ്മയുടെ അരികിൽ വെച്ചപ്പോ എല്ലാ സ്ത്രീകളും വന്ന് വെള്ളം കുടിക്കുന്നു. ആ സമയത്ത് പ്രായം ചെന്ന ഉമ്മയുടെ ചോദ്യം, ഈ പ്രായമുള്ള ഉമ്മ ചോദിക്കുകയാണ്, മോനെ, നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ നാട് എവിടെയാണ്? ഉമ്മ, എന്റെ രാജ്യം മക്കയാൻ. പിതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ നാട് മക്കയാണ്. ഉടൻ ആ പ്രായമുള്ള ഉമ്മ, മോനെ, മക്കത്ത് മുഹമ്മദ് എന്ന പേരിൽ ഒരു കള്ളൻ വന്നിട്ടുണ്ട്, അവന്റെ കൂടെ നടക്കരുതേ. സുബ്ഹാനല്ലാഹ്. ഈ പ്രായം ചെന്ന ഉമ്മ നബി തങ്ങളോട് പറയാ, മോനെ, മക്കത്ത് ഒരു കള്ളൻ വന്നിട്ടുണ്ട് മുഹമ്മദ് എന്ന പേരിൽ, അവന്റെ കൂടെ നടക്കരുത്. ചില റിവായത്തിലൊക്കെ റസൂലുള്ളാഹിന്റെ കണ്ണിലങ്ങ് വെള്ളമൊഴി. ഉമ്മ, ആ മുഹമ്മദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല മോനെ, അങ്ങാടിയിൽ വെച്ച പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, വേറെ ഞാൻ ആളെ കണ്ടിട്ടൊന്നുമില്ല, കള്ളനാണ് ആള്, ആളെ കൂടെ നടക്കരുത്. ആ പ്രായം ചെന്ന ഉമ്മയുടെ അരികിൽ, അന റസൂലുള്ളാഹ്, ഉമ്മ, നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ഞാനാണ് ഉമ്മ. ആ ഉമ്മയങ്ങ് കണ്ണുനീരൊടുക്കി തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് ദീനിലേക്ക് കടന്നു വന്ന്, മോനെ, കേട്ടുകേൾവിയിലൂടെ പറഞ്ഞതാണ്, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ ഉമ്മ. ഒരിക്കലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരാളെയും നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഒന്നും പറയരുതേ. ഖബർ തീകുണ്ടാരമാകുന്നതാണ്, ആരെയും പറയരുതേ. ത്വാഹ റസൂലുള്ളാഹി. എത്രയെത്ര ആളുകൾ കണ്ടോ, മഹാന്മാരായ ആരിഫീങ്ങൾ. ഈ അടുത്ത് വഫാത്തായി പോയ ശൈഖുനാ കുണ്ടൂർ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ എത്തിക്കൊടുക്കുമാറാവട്ടെ. ഞാനിങ്ങനെ ഓർക്കുന്നു, ചെമ്മാട് ഭാഗത്ത് ജോലി ചെയ്യുമ്പോ കുണ്ടൂർ ഉസ്താദ് എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ, ആ മഹാനയത്തെ കളിയാ